മൂവാറ്റുപുഴയിൽ ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് യുവാവിന് മരണം. മീങ്കുന്നം വാലുകണ്ടത്തിൽ അജയാണ് മരിച്ചത്. ബൈക്കിലൊപ്പമുണ്ടായിരുന്ന മീങ്കുന്നം സ്വദേശി ജോബിൻ പി സാജുവിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. തിയോഫിനുണ്ട് വിവരങ്ങളുമായി. തിയോഫിൻ, എപ്പോഴായിരുന്നു ഈ അപകടമുണ്ടായത്? അപകട കാരണം വ്യക്തമായിട്ടുണ്ടോ? സിന്ധൂരി, അതിദാരുണമായ സംഭവമാണ് ഉണ്ടായത്. മൂവാറ്റുപുഴയിലാണ്. ഇന്നലെ രാത്രി 11:30 അതായത് മൂവാറ്റുപുഴ MC റോഡ്, മൂവാറ്റുപുഴ കൂത്താട്ടുകുളം MC റോഡിൽ നിന്നും മീങ്കുന്നം എന്ന സ്ഥലം, മീങ്കുന്നം സ്ഥലത്ത് നിന്ന് മണ്ണത്തൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡ്, ആ റോഡിൽ ചെറ്റേപ്പേടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ രണ്ടുപേരും, അതായത് ഈ അപകടത്തിൽ മരണമടഞ്ഞത് അജയ് ആണ്. മീങ്കുന്നം വാലുകണ്ടത്തിൽ വീട്ടിൽ അജയ് ആണ്. 22-24 വയസ്സ് പ്രായമുള്ള യുവാക്കളാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഇയാളോടൊപ്പം, ഈ അജയോടൊപ്പം ബൈക്കിലുണ്ടായിരുന്ന ജോബിനുണ്ട്, ജോബിൻ പി സാജു. ജോബിൻ ഗുരുതര പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവർ രണ്ടുപേരും ഈ പന്തൽ ഡെക്കറേഷൻ തൊഴിലാളികളാണ്. രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു സംഭവം. ഒരു പ്രാഥമിക നിഗമനം പോലീസ് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് അല്പം വേഗതയിലായിരുന്നു. ഈ അമിത വേഗതയിൽ നിയന്ത്രണം വിട്ടാണ് ബൈക്ക് അപകടത്തിൽപ്പെട്ടതെന്നാണ് ലഭ്യമായിട്ടുള്ള വിവരം. പെട്ടെന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. പോസ്റ്റിൽ ഇടിച്ച് അജയ് ആശുപത്രിയിൽ എത്തിക്കും മുമ്പ് തന്നെ മരണമടഞ്ഞു. ജോബി ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയിലാണ്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ്. ഇവരുടെ ഈ മരണമടഞ്ഞ അജയുടെ മാതാപിതാക്കൾ നേരത്തെ മരണമടഞ്ഞിട്ടുള്ളതാണ്. ഇയാൾക്ക് തന്നെ, അജയ്ക്ക് ഒരു സഹോദരനുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിവരം അറിഞ്ഞ ഉടനെ തന്നെ പുലർച്ചയോടുകൂടി തന്നെ അതായത് വളരെ പെട്ടെന്ന് തന്നെ നാട്ടുകാർ ഈ സംഭവം കണ്ട് പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ്. 22-24 വയസ്സുള്ള യുവാക്കളാണ് അപകടത്തിൽപ്പെട്ടത്. അവർ വളരെ വൈകി ജോലി ചെയ്യുന്നത്, അതായത് രാത്രി പന്തൽ ഡെക്കറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതുമായി ബന്ധപ്പെട്ട ജോലികൾ കൃത്യസമയം പോലും നോക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരുപാട് ജോലികളുണ്ട്. അങ്ങനെ ഇന്നലെ രാത്രി ജോലി കഴിഞ്ഞ് വരുന്നത് ഞായറാഴ്ചയാണ്. ആ ജോലികളൊക്കെ തീർത്ത് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് ഈ അപകടം ഉണ്ടായത്. ശരി, തിയോഫിൻ പറഞ്ഞതുപോലെ തന്നെ വളരെ ദാരുണമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പന്തൽ നിർമ്മാണ തൊഴിലാളികളാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. ബൈക്ക് അമിത വേഗതയിലായിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്തായാലും ഒരാൾ സംഭവസ്ഥലത്ത് ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടിരുന്നു. മറ്റൊരാൾ ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. തിയോഫിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.